കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി അഭൂതപൂർവമായിട്ടുള്ളൊരു നേട്ടമുണ്ടാക്കിയേക്കാണ്. കാരണം ഒരെണ്ണത്തിന് പകരം ഇപ്പോൾ 3 എണ്ണം അവർ നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാണ് പക്ഷേ നമുക്കൊരു ബി ജെ പി മുഖ്യമന്ത്രി കേരളത്തിൽ വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. നമുക്കതിൻ്റെ ചർച്ച തുടങ്ങാം. നമ്മൾ അല്ല ചർച്ച ചെയ്യേണ്ടത്. ഒരു ബി ജെ പിയുടെ അനുഭാവിയോ ബി ജെ പിയുടെ ഒരു ലീഡറോ ഇരുന്നിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടാകും. ആ സ്വപ്നങ്ങൾ വെച്ച് അവർ കണക്കൂട്ടലുകൾ നടത്തും, എന്നിട്ട് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അവരിൽ പലരും നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2016 ബംഗാളിൽ ബി ജെ പി 3 സീറ്റ് പിടിച്ച്. 2016 കഴിഞ്ഞു, 2021 77 സീറ്റ് 75 സീറ്റ് 2021. 2026 സമയത്ത് ഞങ്ങൾ ബംഗാൾ പിടിച്ചു. ഇതുപോലെ കേരളത്തിലും ഞങ്ങൾക്ക് ഭരണം പിടിക്കാനായിട്ട് കഴിയും. 2026 കഴിഞ്ഞ് 2031, 2036 കേരളം ബി ജെ പി ആയിരിക്കും, താമരപ്പൂക്കാലമായിരിക്കും കേരളം എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. നമുക്കതെങ്ങനെ വിശകലനം ചെയ്യാം? കാരണം നമുക്ക് പ്രത്യേകിച്ച് ബി ജെ പി സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ്. മാത്രമല്ല, പ്രത്യേകമായിട്ട് ഏതെങ്കിലും പാർട്ടി അധികാരത്തിൽ വരണം എന്ന് പ്രത്യക്ഷത്തിൽ ആഗ്രഹമില്ലാത്തവരുമാണ്. നമ്മളിത് വിശകലനം ചെയ്യാനിരിക്കുന്നവരാണ്. അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷമായിട്ട് നമ്മൾ ഈ കാര്യം കാണുമ്പോൾ കേരളത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യം തന്നെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ ബി ജെ പിയുടെ നമുക്ക് സ്നേഹമൊന്നുമില്ലെങ്കിലും നിഷ്പക്ഷമായി വളരെ പുറത്ത് നിന്ന് കൃത്യമായി ഇത് ഒബ്സർവ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോൾ കേരള രാഷ്ട്രീയം തന്നെ ഏതാണ്ട് ബി ജെ പിയുടെ ഒരു അജണ്ടയിലേക്ക് മാറിയിട്ട് കുറേ ആളായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. 15% 20% വോട്ടുകൾ എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ ശബരിമല അല്ലെങ്കിൽ നമുക്കറിയാലോ ഇപ്പോൾ പൊങ്കാല എന്ന് പറഞ്ഞാൽ പല ചാനലുകളും ഇപ്പോൾ പൊങ്കാല കൊടുക്കുന്ന വലിയ പ്രാധാന്യം, തൃശ്ശൂർ പൂരം, അത്തരത്തിൽ ഒരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ട് സാധാരണ ബി ജെ പി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിശ്വാസവും മതപരവുമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും അത്തരത്തിലുള്ള പോളറൈസേഷനുകളിലേക്കുമൊക്കെ കേരള രാഷ്ട്രീയം ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചോളം ഇനി ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വരാനിരിക്കുന്നത്. കാരണം യു ഡി എഫ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ഡി എഫിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഉണ്ട്, കൂടാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം അതിനകത്തുണ്ട് എന്ന് പറയാവുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭരണമാണ് എന്തായാലും വരാനിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാവുന്ന ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. വലിയ വിജയം ഉണ്ടായിട്ടുള്ളത് പോലും ഞാൻ വിചാരിക്കുന്നത് യു ഡി എഫിനാണ്. നമുക്കറിയാം അത് ടെക്നിക്കലി കറക്റ്റാണ്. പക്ഷേ വലിയൊരു വിജയം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ബി ജെ പിക്കാണ്. കാരണം ബി ജെ പിയുടെ വിജയമാണിത്. കാരണം ഇപ്പോൾ തന്നെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പുറത്തേറി കൃത്യമായിട്ട് യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തി. പക്ഷേ ആ യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തുമ്പോഴും യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടി സി പി എമ്മിന് നിസ്സാരമാണ് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു 120 സീറ്റുകളിലെങ്കിലും സി പി എം പരാജയപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ജയിച്ചേക്കണതൊക്കെ വളരെ 123 വോട്ടിനാണ് ഇപ്പോൾ ടി എൻ പ്രതാപൻ തോറ്റേക്കണത്. അതുപോലെ നിരവധി ആളുകൾ 1000 വോട്ടിൽ താഴെയാണ് മിക്ക ആളുകളും ജയിച്ചേക്കുന്നത്. അതേസമയം മറ്റ് കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 85,000 അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ബി ജെ പി കഴിയും. കൂടാതെ ഈ പറഞ്ഞ പ്രതിഭാസങ്ങളെല്ലാം ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ വലിയ പ്രാധാന്യം ഇത്തരത്തിൽ മറ്റ് സമുദായങ്ങൾക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞ പ്രചരണം, അതിനൊക്കെ ആക്കം കൂട്ടാൻ നിയമസഭയിലേക്ക് ഒരാളുണ്ട്, നിയമസഭയിൽ കൂടി ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അടുത്തേക്ക് കിടക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഇത്രയും നാളും ഞാൻ വിചാരിക്കുന്ന ഒരു ഹാർഡ് കോർ ബി ജെ പിക്കാരൻ നിയമസഭയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രാജഗോപാൽ ജയിച്ചു എന്നൊക്കെ പറയാമെങ്കിൽ പോലും അദ്ദേഹം തോറ്റ് പാവം എന്ന് സഹതാപം തോന്നിയ ആളുകൾ പറഞ്ഞേക്കുകയും അദ്ദേഹം അവിടെ പലപ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് കൈവക്കുക പോലെ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതുപോലെയുള്ള ആളുകളല്ല ഇനി വരുന്നത്. ഇപ്പോൾ ഗോപകുമാറാണെങ്കിലും രാജീവ് ചന്ദ്രശേഖരാണെങ്കിലും ഇതിനേക്കാളൊക്കെ ഉപരി ഞാൻ പറയുന്നത് വി മുരളീധരനാണെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള ഒരു RSS BJP സംഘപരിവാർ ടീം നിയമസഭയിലേക്ക് എത്തുന്നു. കൂടാതെ പുറത്തും അവർക്ക് വലിയ ശക്തിയുണ്ട്. ആ ശക്തി കൂടി ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളും ഒരുപക്ഷെ കൈവിട്ട വാക്കുകളും കുറേ കൂടി ഒരു വിഭാഗീയ വർഗീയ ധ്രുവീകരണങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രതലത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു. സത്യത്തിൽ ഈ വിജയത്തിൽ ഒരുപക്ഷെ എറണാകുളത്തൊക്കെ 2000 ലഡൂര് മേടിച്ചു വെച്ചു എന്ന് പറഞ്ഞു. ഇവിടെ ആരും ജയിച്ചില്ലെങ്കിലും വലിയ തോതിൽ ബി ജെ പിക്ക് സന്തോഷിക്കാവുന്ന കാര്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. മാഷ് എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? അല്ല, ശരിയാണ്. അത് ബി ജെ പിയുടെ അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്നത് ഇനി കേരളമാണ്. ബീഹാറിൽ ജയിച്ചപ്പോൾ അവർ പ്രഖ്യാപിച്ചു ചെലവ് ബംഗാൾ. അവർ വളരെ കൃത്യമായിട്ട് പ്ലാനിങ് നടത്തി ബംഗാൾ അധികാരത്തിലേക്ക് എത്തി. കേരളത്തിലും അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ
അത് സാധ്യമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. രണ്ട് വിഷയങ്ങൾ അതിൻ്റെ മുന്നിലുണ്ട്. ഒന്ന്, പുതിയ ഭരണം. ആ ഭരണം എന്ന് പറയുന്നത് പോസിറ്റീവാനുള്ള സാധ്യത വിരളമാണ്. അത് ഏത് ഭരണവും അങ്ങനെയാണ് കേരളത്തെ സംബന്ധിച്ച്. കാരണം കേരളത്തിലെ പല കാര്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട പൊസിഷനിലാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി മെച്ചപ്പെട്ട തലത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയിൽ മാത്രമാണ് പോസിറ്റീവായിട്ടുള്ള ഒരു ഭരണം അല്ലെങ്കിൽ പ്രോ ഇൻകംബൻസിയുടെ പോസിബിലിറ്റി ഉണ്ടാവുക. അതില്ലെങ്കിൽ പിന്നെ വരുന്നത് എന്താണ്? ആൻറ്റി ഇൻകംബൻസി. ആൻറ്റി ഇൻകംബൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് LDFനെ അല്ലെങ്കിൽ പിണറായി വിജയനെ ഭരണത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞത്, അതേപോലെ അടുത്ത ഭരണത്തെയും എന്തെയും ജനങ്ങൾ വലിച്ചെറിയും. അങ്ങനെ വലിച്ചെറിയുമ്പോൾ അവരുടെ മുമ്പിൽ അപ്പോഴത്തെ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് CPM ആകണമെന്ന് നിർബന്ധമില്ല, അത് BJPയും ആകാം എന്ന നിലയ്ക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ BJPയും അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതുപോലെയാണ്, ആരാണ് ജയിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത് ആരാണ് ഓൾട്ടർനേറ്റീവ് ഫോഴ്സ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ CPM അല്ല BJP ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ CPM തോറ്റുപോവുകയും BJP ജയിക്കുകയും ചെയ്യുന്ന സ്ഥിതി വരും. അപ്പോഴും ചിലപ്പോൾ പെട്ടെന്ന് ഭരണത്തിലേക്ക് എത്താൻ പറ്റില്ലായിരിക്കും. അവർ പറഞ്ഞതുപോലെ 10-25 സീറ്റുകൾ 30 സീറ്റ് എന്ന് പറയുന്നതിലേക്ക് എത്താൻ ചിലപ്പോൾ അടുത്ത ടൈമിൽ കഴിഞ്ഞേക്കും. അതായത് 2031 BJPക്ക് ചിലപ്പോൾ 31 സീറ്റ് അല്ലെങ്കിൽ 30 സീറ്റ് എന്ന പൊസിഷനിലേക്ക് വേണമെങ്കിലെത്താം. നെക്സ്റ്റ് ചേഞ്ച് ആണ് അവർ അധികാരത്തിലേക്ക് വരുന്ന ഘട്ടം. അതാണ് അവർ പറയുന്നത്. അത് വേണമെങ്കിൽ ശരിയാവും, ഇല്ലെന്ന് ഞാൻ പറയാനില്ല. കാരണം CPMൻ്റെ പ്രത്യയശാസ്ത്ര നിഷ്ഠകളോ അതിൻ്റെ പ്രവർത്തന രീതികളോ ഒക്കെ അതിന് കൈമോശം വരികയും അതിന് ലീഡർഷിപ്പില്ലാത്ത സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യണം. അപ്പോൾ അത് ലീഡർഷിപ്പില്ലാത്ത സ്ഥിതിയിലേക്ക് അത് പോയി കഴിഞ്ഞാൽ അതിനെങ്ങും എത്താൻ പറ്റില്ല. ഭരണം വളരെ മോശമായി കഴിയുമ്പോൾ അതിനെതിരെ ഉള്ള പ്രതിരോധം ആരാൽ തീർക്കപ്പെടുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിരിക്കും. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ BJP അസംബ്ലിക്കകത്തേക്ക് കടന്നു വരുന്നത് കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി കൃത്യമായിട്ടുള്ള RSS സംവിധാനത്തോടുകൂടി കടന്നു വരുന്നത്. മുരളീധരൻ എന്ന് പറയുന്നത് എത്ര കാലമായി കാത്തിരുന്നാണ് കഴക്കൂട്ടം പിടിച്ച്. അതെ, 5 കൊല്ലത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. 5 കൊല്ലമല്ല, അദ്ദേഹം പറയുന്നതനുസരിച്ച് ലാസ്റ്റത്തെ 5 കൊല്ലം വളരെ കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ച് 30 കൊല്ലമായി പുള്ളി അതിനുവേണ്ടി പരിശ്രമിക്കുന്നതെന്ന് പറയും. ശരിയാണ്. അത്രമാത്രം ക്ഷമയോടുകൂടി കാത്തിരുന്ന് കഴക്കൂട്ടം കയ്യിലാക്കിയ ഒരു നേതാവാണ് അദ്ദേഹം. അങ്ങനെ വരുന്ന സമയത്ത് നിയമസഭക്കകത്തും അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ടാകും. അല്ല, അവിടെ പോകുന്നതിന് വേണ്ടി മാത്രമാണ്. അതെ അതെ. അതായത് നേരത്തെ എന്താണ് പറഞ്ഞതുപോലെ ഈ നിയമസഭയിൽ അവർ ഒരു ദിവസം കയറി കഴിഞ്ഞാൽ ആ ഒരു ദിവസം തന്നെ അവർ കുറേ സാധനങ്ങൾ എന്ത് ചെയ്യും, കേരളത്തിന് ചർച്ച ചെയ്യാനായിട്ട് അവിടെ നിറക്കും. നിയമസഭയിൽ നേരത്തെമാരെ സംസാരിക്കാനായിട്ട് അവർക്ക് സ്പേസ് ഉണ്ടായിരുന്നില്ല. അവരാദ്യമായിട്ട് കയറുകയാണ്. കയറിക്കഴിഞ്ഞാൽ അവർ ഏത് ഇഷ്യൂ വന്നു കഴിഞ്ഞാലും അത് BJP ബേസ്ഡ് ഇഷ്യൂസൊക്കെ മാറ്റി തീർക്കാനായിട്ട് കഴിയുന്നവരാണ്. അല്ല, അതിൽ മാഷെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് തോന്നുന്നത്, 2-3 കാര്യങ്ങൾ ഫാക്ടേഴ്സ് കൂടിയുണ്ട് BJPയുടെ വളർച്ച കൂടുന്നുള്ളതിന്. അതിന് ഒന്ന് എന്ന് പറയുന്നത്, ഇപ്പോൾ CPMന് ഏറ്റെടുക്കാൻ കഴിയുന്ന വിഷയങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. ഉദാഹരണത്തിന് മുസ്ലിം ലീഗോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മതപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു അറ്റാക്കിലേക്കോ വർഗീയമായിട്ടുള്ള ചേരിയിലേക്കോ പെട്ടെന്ന് CPMന് പോകാൻ കഴിയില്ല. കാരണം അതിൻ്റെ ആശയവും അണികളും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ പോയാൽ അവർക്ക് അവരുടെ വോട്ട് കൂടി നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് സീരിയസ്ലി അങ്ങനെ അവർക്ക് പോകാൻ കഴിയില്ല. പക്ഷേ BJPയെ സംബന്ധിച്ച് ആ ബാരിയർ ഒന്നുമില്ല. കാരണം ഏതറ്റം വരെ കടന്ന് BJPക്ക് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ കളമശ്ശേരിയിൽ അന്നൊരു മറ്റേ യഹോവ വിറ്റ്നസിൻ്റെ ഇടയ്ക്കൊരു ബോംബിൻ്റെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പോലെയുള്ള നിരവധി കമൻറ്റുകൾ നടത്താനും അത് യഥാർത്ഥത്തിൽ ശരിയാണോ എന്നുള്ളത് നിലവിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുള്ള ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്ക് കൂടി പ്രചരണം നടത്താനും തോന്നലുണ്ടാക്കാനും അവരെ സഹായിക്കുമെന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഭാഷ പറഞ്ഞ പോലെ ഇത് 90% ഇത് ഒരു
വലിയ ഗംഭീരമായിട്ടുള്ള സർക്കാരായിരിക്കാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലെതിരായിട്ടുള്ള ഒരു വികാരം കൂടി ഇതിൻ്റെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഞാൻ വിചാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനി കോൺഗ്രസ് അടക്കം ഫേസ് ചെയ്യാൻ പോകുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ MLA മാർ ജയിച്ചിട്ടുള്ളത് 63 പേരാണ്. ഇവർ 90-ലധികം സീറ്റുകളിലാണ് മത്സരിച്ചിട്ടുള്ളത്. അതിൽ 63 പേര് ജയിച്ചു എന്ന് പറഞ്ഞാൽ കേവലം ഇനി ഒരു 27-30 സീറ്റുകൾ മാത്രമേ വേക്കൻ്റ് ആയിട്ട് അവിടെ ഉള്ളൂ. ആ വേക്കൻ്റ് ആയ സ്ഥലങ്ങളിൽ മാത്രമേ ഇനി അടുത്ത തവണ ഒരു MLA ആകാനെങ്കിലും പറ്റൂ എന്ന് പറയുന്ന പ്രതീക്ഷ നേതാക്കന്മാർക്കുള്ളൂ. ബാക്കി ഇവർ ജയിച്ചിട്ടുള്ള 63 സീറ്റുകളിലും ഇനി അടുത്ത കൊല്ലം വേറൊരു MLA-ക്കും ഒരു പ്രതീക്ഷയില്ല. കാരണം നിലവിലുള്ള MLA തന്നെ അവിടെ ഉറപ്പായിട്ടും മത്സരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 55 കഴിഞ്ഞ് അല്ലെങ്കിൽ 50 കഴിഞ്ഞ് 60 കഴിഞ്ഞിട്ടുള്ള ആളുകൾ, നിരവധി ആളുകൾ ഈ തവണ തന്നെ സീറ്റ് കിട്ടാതെ പുറകിലായി പോയവരുണ്ട്. അവരൊരിക്കലും പാർട്ടി മാറാത്തത്, BJP-യിലേക്ക് പോകാത്തത്, BJP-യിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ജയിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ കേരളത്തിൽ BJP നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ത്രിപുരയിലോ അല്ലെങ്കിൽ ഗോവയിലോ ഒക്കെ തന്നെ കാശ് കൊടുത്ത് മേടിക്കുന്ന പോലെ ആളുകൾ മേടിക്കാൻ പറ്റില്ല. കാരണം എത്ര കോടി കൊടുത്താലും സ്വാഭാവികമായിട്ട് ഇപ്പുറത്ത് വന്ന് നിന്ന് ജയിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ പാർട്ടി മാറില്ല. പക്ഷേ കേരളത്തിൽ ഇപ്പം അടുത്തത് സംഭവിച്ചേക്കണമെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് BJP-ക്ക് അങ്ങനെ ഒരു 40ഓളം മണ്ഡലങ്ങളിൽ വലിയ വിജയ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 5000-ഓ 10,000-ഓ വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള ഒരു നേതാവാണെങ്കിൽ നിങ്ങൾ കൂടി ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാം എന്ന് പറയുന്ന ഒരു ലെവൽ, ഒരു തരംഗം ഉണ്ടാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടി ഉണ്ടാകുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, അതിൽ മഹാഭൂരിപക്ഷം സീറ്റുകളിലും അതായത് ഒരുപക്ഷെ CPM ആണ് മത്സരിക്കുന്നത്, അത്തരത്തിലുള്ള സീറ്റുകളിലൊക്കെ തന്നെ അവിടെ കോൺഗ്രസ് അല്ല ജയിച്ചിട്ടുള്ളത്. ആ സീറ്റുകളിലേക്കൊക്കെ കൂടി ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ, ഒരു രണ്ടാം നിര നേതാക്കന്മാർ അല്ലെങ്കിൽ ഒരു തൊട്ട് താഴെയുള്ള നേതാക്കന്മാരൊക്കെ തന്നെ BJP-യിലേക്കുള്ള ഒരു ഒഴുക്കുണ്ടാകാനുള്ള വലിയ സാധ്യത കൂടിയുണ്ട്. ആ ഒഴുക്കുണ്ടായാൽ ഒരു കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ കയ്യിലുള്ള റിസോഴ്സസ് പോലെ വേറെ ആരുടെ കയ്യിലും ഇല്ല. കാരണം വിഭവമൊക്കെ ആവശ്യത്തിലുണ്ട്, പണം ആവശ്യത്തിനുണ്ട്. ചെന്ന് നിന്ന് കൊടുത്താൽ മതി, മത്സരത്തിന് കാശ് പോലും ഇറക്കണ്ട. വേണമെങ്കിൽ ഇങ്ങോട്ട് അവർ കാശ് എന്ത് ചെയ്യും, തരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം മാത്രം ഒരു 2-3 കൊല്ലങ്ങൾ കൊണ്ട് റെഡിയാക്കിയാൽ നിങ്ങൾക്കൊരു 10,000 വോട്ട് കൂടി പിടിക്കാൻ പറ്റിയാൽ ഞങ്ങളുടെ വോട്ടുകൾ കൂടി ചേർത്തുകൊണ്ട് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഒരു വലിയ കേരള രാഷ്ട്രീയത്തിൽ കാണാൻ പറ്റുന്ന ഒരു വലിയ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള മൊറാലിറ്റിയും നമ്മുടെ സമൂഹത്തിനും ഒക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ മാഷകൃത്യമായിട്ട് അറിയാം, CC മുകുന്ദൻ ഡൽഹിയിൽ പോയി അവിടെ ചർച്ച നടത്തുകയും കോൺഗ്രസിൻ്റെ സീറ്റ് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അദ്ദേഹം BJP ആയി തീരുകയും ചെയ്തു. ഒരു CPI-കാരനാണെന്ന് ആലോചിക്കണം. അപ്പോൾ അത്തരത്തിൽ ഇനി നിരവധി ആളുകൾ കൂടി BJP-യിലേക്ക് ഒഴുകുമ്പോൾ, പണ്ട് G. രാമൻ നായർ മുതൽ നിരവധി ആളുകൾ അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സ്പേസ് കൂടി ഉണ്ടാകും എന്ന് BJP-ക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ BJP വലിയ നേട്ടമുണ്ടാക്കും. മാഷ് പറഞ്ഞ പോലെ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, അങ്ങനെ കൂടി വരുമ്പോൾ ഒരു വേണമെങ്കിൽ ഒരു 20, 25, 30 സീറ്റുകളിലേക്ക് 2031-ൽ ജയിക്കാനും അടുത്ത തവണ തീർച്ചയായിട്ടും ഒരു 70, ഈ 30 സീറ്റിലേക്ക് ജയിച്ച മാഷിനും എനിക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ഘടകകക്ഷികൾക്ക് അങ്ങനെ വലിയ മറ്റേ ആരോടെങ്കിലും തൊട്ടുകൂടായ്മ ഒന്നുമില്ല. അവർക്ക് ഭരണം കിട്ടിയാൽ മതി. സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ഏത് പാർട്ടിയും, നമ്മൾ ഒരിക്കലും ചേരില്ല ഇവരായിട്ടെന്ന് വിചാരിക്കുന്ന പാർട്ടികളടക്കം വേണമെങ്കിൽ ഇവരായിട്ട് ചേരാൻ തയ്യാറാവുന്ന ഒരു ഘട്ടം വരും. അപ്പം അങ്ങനെ ഒരു തയ്യാറാകുന്ന ഘട്ടത്തിലേക്ക് കൂടി ഇവരെത്തിയാൽ ഇവർ ഭരണം പിടിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ കേസുലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും തമാശയായിട്ട് തോന്നി, 35 സീറ്റ് ഭരണം പിടിക്കും. ശരിയാണ്, കേൾക്കുമ്പോൾ നമുക്കൊരു തമാശയായിട്ട് തോന്നുമെങ്കിലും 35 സീറ്റ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് BJP എത്തിയാൽ സ്വാഭാവികമായിട്ടും വേറെ പാർട്ടികളൊക്കെ കൂടെ ചേരാൻ വരും. അപ്പോൾ ആ ലെവലിലേക്കുള്ള ഒരു വളർച്ച BJPക്ക് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാഷിന് എന്താണ് അതിനെക്കുറിച്ച്? അല്ല, അതിൻ്റെ സാധ്യത ഒരിക്കലും നമുക്ക് തള്ളാൻ പറ്റില്ല. കാരണം ഒന്ന്, അവർ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, അവർ ബുദ്ധിപരമായിട്ട് രാഷ്ട്രീയത്തെ സമീപിക്കുന്നവരാണ്. അതിനോട് കോമ്പീറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്കെതിരെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് സാധ്യമായി തീരുക. നമ്മളിപ്പോൾ ഉള്ള നമുക്ക് ഈ ഒരു 5 ലക്ഷത്തെ ഭരണം കണ്ടു കഴിയുമ്പോൾ കൃത്യമായിട്ട് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെ വിലയിരുത്താനായിട്ട് കഴിയും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരാവശ്യപ്പെട്ടിരുന്ന ഒരു പ്രാവശ്യം കൂടി CPM ജയിച്ചോട്ടെ, അത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇതെല്ലാം മൊത്തം പൊളിച്ച് BJP-യിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു. അത് പക്ഷേ നടന്നില്ല. BJP ആഗ്രഹിച്ച ആ രീതിയിലുള്ള ഒരു മുന്നേറ്റമല്ല കേരളത്തിൽ സംഭവിച്ചത്. പകരം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അവർ ചെയ്തിരുന്നത് പോലെ അവർ CPM പിടിച്ച് പുറത്തിരുത്തി കോൺഗ്രസിനകത്തേക്ക് കയറ്റിയിരുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കോൺഗ്രസിൻ്റെ ഈ ഭരണം അവസാനിക്കുന്ന സമയത്ത് ആരാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നിടത്ത് അത്യാവശ്യം വേണ്ട ഡൈവേഴ്സിറ്റി ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞേക്കും. അങ്ങനെ വരുന്ന സമയത്ത് അവർ പറയുന്നവരെ ഈ 3 സീറ്റ് എന്ന് പറയുന്നത്
30 കുറച്ചുകൂടി വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. നമ്മൾ കൃത്യമായിട്ട് കണക്കുകളൊക്കെ പരിശോധിച്ച് വന്നു കഴിഞ്ഞാൽ കുറേ സ്ഥലത്ത് അവർക്ക് ജയിക്കാനായിട്ട് കഴിയുന്നു. 10-15 സീറ്റെന്ന് പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ അത്ര ബുദ്ധിമുട്ടില്ലാതെ അവരുടെ കയ്യിലെത്തും എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാവുന്നു. അല്ല, മാഷ് പറഞ്ഞതാണ് ഇപ്പോൾ എൻ്റെയും ഒരു ചിന്താഗതി. അതിൽ മാഷ് പറഞ്ഞ കണക്കിൽ ഇത്തവണ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്, അവരെ സംബന്ധിച്ച് ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് CPM അധികാരത്തിൽ വരട്ടെ, അങ്ങനെയാണെങ്കിൽ BJPക്ക് വളരാൻ സഹായകമാകുമെന്നാണ്. പക്ഷെ ഞാനത് വിചാരിക്കുന്നില്ല. ഞാനിപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കണക്കുകളെല്ലാം പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ BJP കിട്ടിയിട്ടുള്ള ഒരു 38,37,000 വോട്ടിൽ ഇപ്പോൾ അവർക്കൊരു 7 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കുറഞ്ഞ വോട്ടുകൾ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അത് കോൺഗ്രസിലേക്കാണ് പോയേക്കണം. കാരണം കോൺഗ്രസും UDFിലേക്കാണ് പോയേക്കണം. കാരണം ആ കോൺഗ്രസും UDFും ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ 1 കോടിയിലധികം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ CPM ഭരണത്തിലേറുമ്പോൾ പോലും LDFന് 95 ലക്ഷം വോട്ടേ ഉള്ളൂ. അതായത് 1 കോടിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അത്രയും വോട്ടുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞ് ഞാൻ വിചാരിക്കുന്നത് ഒരു BJP അനുകൂല വോട്ടുകൾ കൂടി, അത് ഡീലിൻ്റെ പുറത്തൊന്നും ആയിരിക്കില്ല, അല്ലാതെ തന്നെ ഇവരിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിചാരിക്കുന്നത്, ഒരു RSS സംഘപരിവാറുകാരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്, ഇവരധികാരത്തിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടി വളരാൻ എളുപ്പം. കാരണം എന്തുകൊണ്ടാണ്? മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഭരണത്തെ എതിർക്കുന്നത് പോലെ ഒരിക്കലും പിണറായി വിജയൻ്റെ ഭരണത്തെ എതിർക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തത്, ആദ്യഘട്ടത്തിൽ ഇവരെ തകർത്തുകൊണ്ട് നായർ വോട്ടുകളൊക്കെ തന്നെ സ്വന്തമാക്കിയെങ്കിൽ പോലും ഇനി സ്വന്തമാക്കാനുള്ള വോട്ടുകൾ ഇനി ഞങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ കുറേ കൂടി ഹിന്ദു വോട്ടുകൾ കിട്ടുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. CPM ലുള്ള ഈഴ വോട്ടുകൾ മേടിച്ചെടുക്കലാണ്. ആ ഈഴ വോട്ടുകൾ മേടിച്ചെടുക്കാൻ കുറച്ചുകൂടി ഒരു ധ്രുവീകരണത്തിന് സാധ്യമാകുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗുമായിട്ടുള്ള ഒരു സഖ്യം ഇരിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അല്ല, എനിക്ക് എപ്പോഴും തോന്നിയേക്കുന്നത് തന്നെയാണ്. സാമുദായിക ധ്രുവീകരണത്തിന് നല്ലത് BJPയെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഇരിക്കുന്നതാണ്. കാരണം മുസ്ലിം ലീഗ് ഭരണത്തിലുള്ള സമയത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അതെ, മുസ്ലിം ലീഗ് ഇമ്പാക്റ്റ്, ആ ഇമ്പാക്റ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് BJPയാണ്. അതുകൊണ്ട് BJPയുടെ ആഗ്രഹം മുസ്ലിം ലീഗിൻ്റെ ഭരണം, കോൺഗ്രസും മുസ്ലിം ലീഗും കൂടി ഒരുമിച്ച് ചേർന്ന ഭരണമായിരിക്കും തങ്ങൾക്ക് അത്യാവശ്യത്തിന് പാർട്ടി വളർത്താനും സംഘർഷം വളർത്താനും ഒക്കെ സഹായകരായിരിക്കുക എന്നായിരിക്കും ഒരു കേൾക്കുന്നത്.